റമദാൻ കഴിഞ്ഞു പോയിട്ടും അവന്റെ സക്കാത്തും അവന്റെ നോമ്പും ഹജ്ജിനെ കുറിച്ചുള്ള അവന്റെ ചിന്തയും ശരിയായില്ലയോ? റമദാൻ വന്നിട്ടും അവന്റെ അയൽക്കാരനോട്, അവന്റെ വാപ്പയോട്, അവന്റെ ഉമ്മയോട്, അവന്റെ മക്കളോട്, അവന്റെ ബന്ധുക്കളോട്, അന്യമതസ്ഥരായ സഹോദരന്മാരോടുള്ള കടമകൾ ഒരു മനുഷ്യൻ പഠിച്ചില്ലയോ? അവന്റെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറായില്ലയോ? അവന്റെ നോമ്പ് കൊണ്ട് അവനൊരു ഉപകാരവുമില്ല. അവന്റെ നോമ്പ് നാളെ അവനെതിരിൽ സാക്ഷി പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പ് തന്നിരിക്കുന്നത് ഈ ഗുണങ്ങൾ ഉണ്ടായി തീരാനാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടായോ എന്ന്, നമ്മുടെ പാപങ്ങൾ പൊറുത്തോ എന്ന്, പടച്ചവനിലേക്ക് നമ്മൾ അടുത്തോ ഇല്ലയോ എന്ന്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവും പരിചയപ്പെടുത്തുന്നുണ്ട്, ആരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടായില്ലയോ അവൻ നരകവാസിയായിരിക്കും, ആരുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടായോ അവൻ സ്വർഗവാസിയായിരിക്കും. എന്താ നരകം? റമദാനിന്റെ അവസാന 10 ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. നബിതങ്ങൾ പറഞ്ഞു, ആഖിറുഹു ഇതുകും മിനൻ നീറാൻ. റമദാനിന്റെ അവസാനത്തെ രാവുകൾ, അവസാനത്തെ 10 രാവുകൾ പടച്ചവൻ വെച്ചിരിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കപ്പെടാനാണ്. അതുകൊണ്ട് പടച്ചവനോട് നരകമോചനം നിങ്ങൾ തേടിക്കോ. എന്താ നരകം? എന്താ നരകം? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ തീയെ പറ്റി, നരകത്തിന്റെ ചൂടിനെ പറ്റി സഹാബാക്കളോട് പറഞ്ഞു, സഹാബാ നിങ്ങൾ നരകത്തെ മനസ്സിലാക്കണം. എന്താ നരകമെന്നറിയാമോ? നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ കത്തിക്കാൻ, നിങ്ങൾ ആഹാരം പാചകങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ കത്തിച്ചു മാറ്റാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന തീയുണ്ടല്ലോ, ഈ തീ നരകത്തിലെ തീയുടെ 70% ഈ തീയേക്കാൾ 69 ഇരട്ടി ചൂടുള്ളതായിരിക്കും നരകത്തിലെ തീ. അതുകൊണ്ട് നരകത്തിലെ തീയെ നിങ്ങൾ പേടിച്ചോ, നരകത്തിലെ തീ നിങ്ങൾ പേടിച്ചോ. അല്ലാഹു പറഞ്ഞു, ഇന്ന ശജറത സഖൂം തആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ. അല്ലാഹു ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്റെ അടിമകളെ, നിങ്ങൾ എന്നെ അംഗീകരിച്ച് എന്നെ വിശ്വസിച്ച് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നരകം അതെത്ര ഭയാനകരമാണെന്നറിയാമോ? ഇന്ന ശജറത സഖൂം, നരകവാസികളായ ആളുകളെ നാളെ നരകത്തിലേക്ക് കൊണ്ടുവരും. നരകത്തിലെ ചൂടില് വെന്തുരുകി നരകത്തിലെ ഭയാനകരമായ തീയില് കത്തിയമർന്നുകൊണ്ട് അവർ വിശന്നിട്ട് അല്ലാഹുവിനോട് ഭക്ഷണം ചോദിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന ശജറത്ത് സഖൂം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ കാപറിച്ച് അവർക്ക് കൊടുക്കും. തആമുൽ അസീം, മഹാപാപികളായ നരകവാസികൾക്ക് ഭക്ഷണമായിട്ട് അത് കൊടുക്കും. നബിതങ്ങൾ പറഞ്ഞു, ഇതങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോൾ ഇതിൽ മുഴുവൻ മുള്ളാണ്. ഇത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ തൊണ്ട മുതലുള്ള ശരീരത്തിന്റെ താഴേക്ക് അവന്റെ ആമാശയം വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും അത് കീറി മുറിച്ച് അവസാനം വയറ്റിലേക്ക് ചെന്ന് വീഴും. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, വയറ്റിൽ കിടന്നിങ്ങനെ തിളച്ച് മറിഞ്ഞിട്ട് വെപ്രാളപ്പെട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാമിനോട് വെള്ളം ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അഅ്തദ്നാ ലിൽസാലിമീന നാറൻ നഹാത ബിഹിം സുറാദിഖുഹാ വ യസ്തഗീതു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ് നിബിതങ്ങൾ പറഞ്ഞു, 50,000 വർഷം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാമിനോട് നരകവാസികൾ ദാഹിച്ചിട്ട് വെള്ളം ചോദിക്കും. ഈ വെള്ളം ചോദിച്ച് 50,000 വർഷത്തിന് ശേഷം മാലിക് അലൈഹിസ്സലാം നരകത്തിലെ മുഴുവൻ ആളുകളെയും നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് കൊണ്ടുപോകും. നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ട്, ഈ തട്ടിലെ നരകവാസികളായ മുഴുവൻ ആളുകളുടെയും ശരീരം, മുഴുവൻ ആളുകളുടെയും മാംസം, മുഴുവൻ ആളുകളുടെയും രക്തം, മുഴുവൻ ആളുകളുടെയും ചലവും ചീഞ്ചലവും അവരുടെ മാംസങ്ങൾ വെന്തുരുകിയ ആ നരകത്തിന്റെ ചൂടുവെള്ളം നരകത്തിന്റെ ഏറ്റവും അടിയിലേക്ക് വരും, കറുത്തിരിക്കുന്ന വെള്ളം. നബിതങ്ങൾ പറഞ്ഞു, മാലിക് അലൈഹിസ്സലാം മുഴുവൻ ആളുകളെയും നരകത്തിന്റെ ഏറ്റവും അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇരുമ്പിന്റെ വലിയ കോപ്പകൾ കൊണ്ടുവരും. ഈ കോപ്പയിൽ ഈ വെള്ളം ഇങ്ങനെ കോരും. നബിതങ്ങൾ പറഞ്ഞു, ഈ വെള്ളം ഇങ്ങനെ കോരുമ്പോൾ ഈ വെള്ളത്തിന്റെ ചൂടടിച്ചിട്ട് ഈ വെള്ളം അവന്റെ 7 അയലത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ, ഈ വെള്ളം അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ ഇതിന്റെ ചൂടടിച്ചിട്ട് അവന്റെ മുകളിലത്തെ ചുണ്ട് ഉരുകി അവന്റെ തലയുടെ നെറ്റിയുടെ ഭാഗത്തിലേക്ക് പോകും. അവന്റെ താഴത്തെ ചുണ്ട് ഉരുകി അവന്റെ നെഞ്ചിലേക്ക് വീഴും.
ആ വെള്ളം ഇങ്ങനെ ദാഹത്തിന്റെ തീവ്രത, ഈ കഷ്ടപ്പാടുകള്, ഈ ശിക്ഷകൾ കണ്ടിട്ടും, ഈ വേദന അനുഭവിച്ചിട്ടും ദാഹത്തിന്റെ തീവ്രതയുടെ പേരിൽ ഈ കോപ്പയും വെള്ളവും അവന്റെ മുഖത്തിലേക്ക് അടുപ്പിക്കുന്ന സന്ദർഭത്തില് നബി തങ്ങൾ പറഞ്ഞു, അവരാ കോപ്പ അവരുടെ മുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ ഈ മുഖത്തിലെ തോലും മുഖത്തിലെ മാംസവും ഉരുകി ആ കോപ്പയിലേക്ക് വീഴും. ചൂട് കാരണം മുഖത്തിലെ തൊലിയും മുഖത്തെ മാംസവും ഉരുകി ഈ മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന കോപ്പയിലേക്ക് വീണിട്ട് പക്ഷേ ഈ മനുഷ്യൻ ആ വെള്ളം കളയാൻ തയ്യാറാവുകയില്ല. കാരണം വയറ്റിൽ സഖൂമ് കിടന്നിങ്ങനെ തിളയ്ക്കുകയാണ്. ഈ തിളക്കല് സഹിക്കാൻ വയ്യാതെ ഈ മനുഷ്യൻ ആ വെള്ളം അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഒഴിക്കും. നബി തങ്ങൾ പറഞ്ഞു, അവൻ ഒഴിക്കേണ്ട താമസം അവന്റെ വാ മുതലുള്ള ശരീരത്തിന്റെ ഉള്ളിലുള്ള മുഴുവൻ അവയവങ്ങളും വെന്തുരുകി അവന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തുകൂടി വെളിയിലേക്ക് പോകും. ഇത്ര ഭയാനകരമാണ് നരകം. അല്ലാഹു തആല തന്നെ പറഞ്ഞു, നരകത്തിലെ ശിക്ഷകൾ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ, നരകത്തിലെ ശിക്ഷകൾ അനുഭവിച്ചിട്ട് മനുഷ്യന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹിക്കാൻ വയ്യാതെ മനുഷ്യൻ അവസാനം നിലവിളിച്ചുകൊണ്ട് പറയും, അല്ലാഹുവേ. മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയും, പടച്ചവനെ, ഞങ്ങളുടെ മരണമിതാ വരികയാണ്. 4 വശത്തു നിന്നും മരണത്തിന്റെ വേദന ഞങ്ങളെ കാർന്ന് തിന്നുകയാണ്. ഞങ്ങൾ മരിക്കുമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാ. പക്ഷെ അല്ലാഹ് മരിക്കുന്നില്ലല്ലോ. അല്ലാഹ് ഓരോ തൊലിയും ഓരോ മാംസവും വെന്തുരുകി ചാരമാകുന്നതിന് മുമ്പേ അതിനേക്കാൾ കട്ടിയുള്ള, അതിനേക്കാൾ നീളമുള്ള തൊലി നീ നൽകുകയാണല്ലോ പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് മരിപ്പിച്ചു കളയല്ല. എന്തിനാ ഞങ്ങളെ ശിക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് ജീവിക്കണ്ട അല്ലാഹ്, ഞങ്ങളെ നീ മരിപ്പിച്ചു കളയാൻ നരകവാസികൾ പറയും. ഇതാണ് നരകത്തിന്റെ അവസ്ഥ. ഈ നരകത്തിലേക്കാണ് പിശാച് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത്. ഈ നരകത്തിൽ നിന്ന് കാവൽ തേടാനാണ് റമദാനിന്റെ അവസാന 10 അല്ലാഹു തആല തന്നിരിക്കുന്ന ഓഫറാണ്. ഇനി 2 ദിവസമേ ഉള്ളൂ റമദാനിന്റെ അവസാന 10. ഈ 2 ദിവസം കൊണ്ട് ഈ ഓഫർ നമ്മൾ നേടിയെടുക്കണം. പരിശുദ്ധ ഇസ്ലാമികമായി നമ്മുടെ ജീവിതം മാറ്റി പടച്ചവന്റെ മുന്നിലേക്ക് തൗബ ചെയ്ത് ഈ നരകത്തിൽ നിന്ന് നാം രക്ഷപ്പെടണം. ഇതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യര് സാധാരണ ഓഫറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാ. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും കരുനാഗപ്പള്ളിയിൽ ഏതെങ്കിലും കടയിൽ തുണി വിൽക്കുന്നു, പകുതി വിലയ്ക്ക് റിഡക്ഷൻ സെയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പോയി മേടിക്കും. ഇതേപോലെ അല്ലാഹു റമദാൻ തന്നിട്ട്, റമദാനിന്റെ അവസാന 10 തന്നിട്ട് പറഞ്ഞു, നരകത്തിൽ നിന്ന് ഞാൻ ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്. നീ വന്നു കഴിഞ്ഞാൽ നിന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ, നരകത്തിന്റെ ബുക്കിൽ നിന്റെ പേരുണ്ടെങ്കിൽ, നരകത്തിന്റെ സഖൂമും നരകത്തിന്റെ ഹബീബും കഴിക്കുകയും കുടിക്കുകയും ചെയ്യേണ്ട ഗതികേട് നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്റെ അടുക്കലേക്ക് വരിക. നിനക്ക് ഞാൻ ഓഫർ തരികയാണ്. നിനക്ക് നീ 2 ദിവസം കൂടിയേ സമയമുള്ളൂ. അതിനുള്ളിൽ എന്റെ ഓഫർ നീ മേടിക്കുക. പടച്ചവൻ വിളിക്കുകയാണ്. ഇല്ലേ? ഐഡിയക്കാര് ഇന്നലെ രാത്രി മുതൽ 2 ദിവസത്തേക്ക് 100 രൂപ ടോക്ക് ടൈമിന്റെ ഓഫർ തന്നപ്പോൾ നമ്മളെല്ലാവരും 1 മിനിറ്റ് പോലും കളയാതെ, വർഷത്തിൽ ഒരിക്കൽ പോലും വിളിക്കാത്ത നമ്മുടെ പല കൂട്ടുകാരെയും വിളിച്ചു. എന്തിനാ? ഐഡിയക്കാര് 100 രൂപ ടോക്ക് ടൈം ഓഫർ തന്നു. അത് 2 ദിവസമേ ഉള്ളൂ. അത് തീർന്നു പോകും. അത് തീരുന്നതിന് മുമ്പേ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി. ഇല്ലേ? നമ്മളിൽ പലരും ഇന്നത്തെ ദിവസം മലയാളികൾ വിളിച്ചതുപോലെ ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസം പോലും വിളിച്ചു കാണുകയില്ല. മുഴുവൻ ആളുകളും 100 രൂപ തീർക്കാൻ വേണ്ടി ഐഡിയക്കാർ തന്ന 100 രൂപയുടെ നിസ്സാരമായ ഓഫറിന് വേണ്ടി അവരുടെ സമയം മുഴുവൻ മാറ്റിവെച്ചിട്ട് ഫോൺ വിളിച്ചവരാണ് നമ്മളെല്ലാവരും. ഐഡിയക്കാർ തന്ന നിസ്സാരമായ 100 രൂപയുടെ ഓഫർ എടുത്ത നമ്മളൊന്ന് മനസ്സിലാക്കണം. പടച്ചറപ്പായ അല്ലാഹു 10 ദിവസമായി ഇത്രയും ഭയാനകരമായ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനുള്ള ഓഫർ നമ്മുടെ മുന്നിൽ തന്നിട്ട് നമ്മളിൽ ഒരാളെങ്കിലും 1 മിനിറ്റ് പോലും അതിനുവേണ്ടി ചെലവഴിച്ചോ? 1 സെക്കൻഡെങ്കിലും അതിനുവേണ്ടി ചെലവഴിച്ചോ? 10, 20, 30 മിനിറ്റ് ഫോൺ വിളിച്ച് പറയാൻ ഒരു വിശേഷവുമില്ല. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മളിൽ പലരും 1 സെക്കൻഡെങ്കിലും പടച്ചവന്റെ ഓഫർ കരസ്ഥമാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ചെലവഴിച്ചോ? ഞാനും നിങ്ങളും മാറ്റിവെച്ചോ? ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തിന് വേണ്ടി, ഈ നരകത്തിലേക്ക് പിശാച് നമ്മളെ വലിച്ചുകൊണ്ട് പോകും.
പിശാച് വലിച്ചുകൊണ്ട് പോയിട്ട് അവസാനം നരകത്തിന്റെ വക്കിലെത്തുമ്പോൾ പിശാചും നമ്മളെ കൈവിടും. പടച്ചവൻ പറയുന്നു, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. അല്ലയോ മനുഷ്യ മക്കളെ, നിങ്ങളെ പടച്ചവനിൽ നിന്ന് തെറ്റിച്ച്, പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ച്, നിങ്ങളെ കൊണ്ട് മുഴുവൻ തിന്മകളും മുഴുവൻ മോശത്തരങ്ങളും ചെയ്യിച്ചുകൊണ്ട് പിശാച് നിങ്ങളെ നരകത്തിന്റെ അവകാശികളാക്കി തീർക്കും. നരകത്തിന്റെ അവകാശികളാക്കി തീർത്തിട്ട് അവസാനം പിശാച് എന്ത് ചെയ്യും? നരകത്തിന്റെ വാതിൽക്കലെത്തുമ്പോൾ നരകവാസികളായ മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പ്രഭാഷണം നടത്തും. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൂട്ടിയിട്ട് പിശാച് പ്രഭാഷണം നടത്തും. ആ പ്രഭാഷണം അള്ളാഹു അതേപോലെ പറയുന്നുണ്ട്, ഇതെങ്കിലും കേട്ട് നിങ്ങൾ നന്നാവ്, ഇതെങ്കിലും കേട്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. وقال الشيطان لما قضي الامر ان الله وعدكم وعد الحق. നാളെ ആഖിറത്തിലെ പടച്ചവന്റെ കോടതിയിൽ ഹിസാബ് കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞ് സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിലേക്കും നരകവാസികളായ ആളുകൾ നരകത്തിലേക്കും തീരുമാനിച്ച് സ്വർഗവാസികൾ സ്വർഗത്തിലേക്കും പ്രവേശിക്കും. നരകവാസികളായ മുഴുവൻ ആളുകളെയും നരകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ പിശാച് പടച്ചവനോട് അനുവാദം ചോദിച്ചിട്ട് നരകത്തിലേക്ക് പോകേണ്ട മുഴുവൻ ആളുകളെയും മുന്നിൽ വിളിച്ചിട്ട് ഒരു പ്രഭാഷണം നടത്തും. എന്താ പ്രഭാഷണം? ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. അല്ലയോ മനുഷ്യരെ, അല്ലാഹു നിങ്ങളോട് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നിങ്ങളോട് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ കിതാബ് നിങ്ങളോട് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാർ നിങ്ങളോട് ഉപദേശങ്ങൾ നടത്തിയിരുന്നു, നിങ്ങളോട് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. പടച്ചവനെ വിശ്വസിക്കണമേ, പടച്ചവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, പടച്ചവനല്ലാത്ത ഒരു പടപ്പിന്റെയും പിന്നാലെ നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നൽകാം. നമസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. സകാത്ത് കൊടുത്താൽ നിങ്ങളുടെ സമ്പത്തിൽ വർധനവ് തരാം, ആഖിറത്തിൽ ഉയർന്ന സ്വർഗം നിങ്ങൾക്ക് തരാം. നോമ്പ് പിടിച്ചാൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. ഹജ്ജ് ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരാം. നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്. മദ്യം കാണുമ്പോൾ പടച്ചവനെ പേടിച്ച് അതിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു കൂലി തരും. ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പടച്ചവനെ പേടിച്ച് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിയാൽ അർശിന്റെ തണലിൽ നിങ്ങളെ ആദരിക്കുമെന്ന് പടച്ചവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തില്ലേ? വഅദൽ ഹഖ്, അത് സത്യമായിരുന്നു. അതെല്ലാം സത്യമായ വാഗ്ദാനങ്ങളായിരുന്നു. എന്നിട്ട് പറയും, ഞാനും കുറെ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു, ഞാനും നിങ്ങളുടെ ചെവിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പടച്ചവനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, പടച്ചവനല്ലാത്ത വസ്തുക്കളുടെ പിന്നാലെ നിങ്ങൾ പോകണം. വെറും തൗഹീദ് കൊണ്ട് നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ ശിർക്കിലേക്ക് പോകണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലികളെ പഴഞ്ചനെന്ന് വിളിച്ചിട്ട് നിങ്ങൾ തട്ടിത്തെറിപ്പിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതല്ല. നിങ്ങൾ നമസ്കരിക്കരുത്, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകരുത്, പോയി നിങ്ങളുടെ സമയം കളയരുത്. ആ സമയത്ത് പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്യ്. നിങ്ങൾ സകാത്ത് കൊടുത്ത് വെറുതെ നിങ്ങളുടെ അധ്വാനം കൊണ്ട് സമ്പാദിച്ച നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ നോമ്പ് പിടിച്ച് നിങ്ങളുടെ ആരോഗ്യം കളയരുത്. നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോയി നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും കളയരുത്. നിങ്ങൾ മദ്യപിച്ചാൽ, നിങ്ങൾ മദ്യത്തിന്റെ അടിമകളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താൽക്കാലികമായ സുഖങ്ങൾ ഞാൻ നൽകാം, നിങ്ങളെ ആരും ചോദ്യം ചെയ്യുകയില്ല. നിങ്ങൾ വ്യഭിചരിച്ചാൽ, നിങ്ങൾ രഹസ്യമായി വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ പിടിക്കുകയില്ല, ആരും നിങ്ങളെ കാണുകയില്ല. നിങ്ങൾക്ക് താൽക്കാലികമായ സുഖം ഞാൻ നൽകാം. നിങ്ങൾ അതുകൊണ്ട് പടച്ചവനെ കേൾക്കണ്ട, നിങ്ങൾ നന്മ കേൾക്കരുത്. നിങ്ങൾ വെറുതെ നന്മ കേട്ട് പള്ളിയിൽ പോയി തൊപ്പിയിട്ട് നമസ്കരിച്ച് സകാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് നോമ്പ് പിടിച്ച് നിങ്ങളുടെ ആയുസ് നിങ്ങൾ പാഴാക്കരുത്. ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. പിശാച് പറയും, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരെയും നിർത്തിയിട്ട് പറയും, ഫഅഖ്ലഫ്തുകും, ഞാൻ ഈ ചെയ്ത വാഗ്ദാനം മുഴുവനും കള്ളമായിരുന്നു, ഞാനിതാ നിഷേധിക്കുന്നു. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളിൽ ആരുടെയും ഉത്തരവാദിത്തം എനിക്കില്ല, അതുകൊണ്ട് എന്റെ പിന്നാലെ വരരുത്. എനിക്ക് ആരുടെയും ഉത്തരവാദിത്തം ഏൽക്കാൻ സമയമില്ല. ഞാൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ തന്നെ അനുഭവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. പിന്നെയല്ലേ ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്, ആരും എന്റെ പിന്നാലെ വരണ്ട. എന്നിട്ട് പിശാച് ചോദിക്കും, ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ,
ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ. പള്ളിയിൽ പോയ നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിർബന്ധിച്ച് ഞാനാണോ നിങ്ങളെ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടത്? നിർബന്ധിച്ച് നിങ്ങളെ അടിച്ച് മദ്യപിക്കാൻ വേണ്ടി ഷാപ്പിലേക്ക് നിങ്ങളെ അടിച്ചോടിച്ചത് ഞാനാണോ? വ്യഭിചരിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ തള്ളിവിട്ടോ? സകാത്ത് കൊടുക്കാൻ പോയ നിങ്ങളുടെ കൈക്ക് നേരെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചോ? ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ. ഞാൻ വെറുതെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയിട്ട് തന്നു. നിങ്ങളുടെ ചെവിയിൽ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് എന്റെ പിന്നാലെ വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞോ? പിശാച് ചോദിക്കുന്ന വാക്കാ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ. ആരും എന്റെ പിന്നാലെ വരണ്ട, ഞാൻ വെറുതെ വന്ന് നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തന്നു. വെറുതെ ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ സുഖം കിട്ടുന്ന കാര്യമാണ്. പടച്ചവനെ പേടിച്ചില്ലെങ്കിൽ, നമസ്കരിച്ചില്ലെങ്കിൽ ആരും ഒന്നും പറയൂല. നമസ്കാരമൊക്കെ വെറുതെ പറയുന്നതാണ്. ഖിയാമത്തും മഹ്ശറയും ആഖിറവും സ്വർഗവും നരകവും ഒന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് വെറുതെ പറഞ്ഞപ്പം അത് കേട്ടിട്ട് പൊട്ടന്മാരായിട്ട് എന്റെ പിന്നാലെ വന്നത് എന്തിനാ? ഫലാ തലൂമൂനി വലൂമു അൻഫുസകും. അള്ളാഹു പറയുന്നതാണ് സൂറത്തുൽ ഇബ്രാഹിമിൽ. അള്ളാഹു പറയുന്നു, പിശാച് പറയും ഫലാ തലൂമൂനി, അതുകൊണ്ട് ആരും എന്നെ ചീത്ത വിളിക്കരുത്, ആരും എന്നെ ആക്ഷേപിക്കരുത്. ഞാൻ കാരണമാണ് നിങ്ങൾ പഴച്ചതെന്ന്, ഞാൻ കാരണമാണ് നിങ്ങൾ നരകത്തിലേക്ക് വന്നെത്തിയതെന്ന്, ഞാൻ കാരണമാണ് നിങ്ങൾ നരകത്തിന്റെ അവകാശികളായതെന്ന്. നിങ്ങൾ ആരും എന്നെ പിഴയ്ക്കരുത്, എന്നെ കുറ്റം പറയരുത്, എന്നെ തെറി പറയരുത്. ഫലാ തലൂമൂനി, എന്നെ ആക്ഷേപിക്കരുത്. വലൂമു അൻഫുസകും, ഓരോരുത്തരും സ്വന്തം ശരീരങ്ങളെ, സ്വന്തം നഫ്സിനെ സ്വന്തമായി ചീത്ത വിളിച്ചോ. ഞാൻ നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞപ്പം നിങ്ങൾ എന്റെ പിന്നാലെ വന്നത് എന്തിനാണ് എന്ന് പിശാച് ചോദിക്കും. പിശാച് അവസാനം കൈമലർത്തും. എന്നിട്ട് പറയും ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, എന്നെ ആക്ഷേപിക്കണ്ട, സ്വന്തമായി ആക്ഷേപിച്ച് സ്വന്തം ശിക്ഷ അനുഭവിച്ചോ. ഞാൻ ഇതിനു മുമ്പ് പടച്ചവനോട് നന്ദികേട് കാണിച്ചതിന്റെ ശിക്ഷ അനുഭവിക്കാൻ കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നരകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ആളുകളെ പിശാച് നരകത്തിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനത്തെ പിശാചിനെ പോലും അല്ലാഹു തആല റമദാനിൽ ചങ്ങലക്കിട്ടിട്ട് ഓഫർ തന്നിരിക്കുകയാണ് വിളിച്ചു തീർക്കാൻ ഐഡിയക്കാരെ ഓഫർ തന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ തന്നിരിക്കുകയാണ്. ഈ വഴിതെറ്റിക്കുന്ന പിശാചിനെ പോലും ഞാൻ കൂട്ടിയിട്ടിട്ടാണ് നിനക്ക് മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു തന്നത്. അതുകൊണ്ട് ഇനി 2 ദിവസമേ ഉള്ളൂ. നമ്മുടെയൊക്കെ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ ഇന്നൊക്കെ മെസ്സേജ് വന്നു. ഇനി ആകപ്പാട് 1 ദിവസം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് 100 രൂപ ഉള്ളവര് വിളിച്ചു തീർക്കണം, എങ്ങനെങ്കിലും വിളിച്ചു തീർക്കണം. ചുമ്മാ ആരെങ്കിലും വിളിച്ചിട്ട് ഫോൺ മാറ്റി വെച്ചേക്കണം, അവരുടെ പൈസ തീർക്കണം. കാരണം ഓഫറാണ്. അതുകൊണ്ട് അടിക്കടി ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് നമ്മളെയൊക്കെ പലരും ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപോലെ പടച്ചവന്റെ ഭാഗത്തു നിന്നും ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഒരു മെസ്സേജ് കൊണ്ടു തന്നു. വആഖിറുഹു ഇതുകും മിനൻ നീറാൻ, 10 ദിവസം നിങ്ങൾക്ക് അല്ലാഹു ഓഫർ തന്നിരിക്കുകയാണ്. ഈ 10 ദിവസത്തിൽ ഇനി 2 രാവുകളെ 2 ദിവസങ്ങളെ ശേഷിക്കുന്നുള്ളൂ. ഈ 2 ദിവസത്തിനുള്ളിൽ നമ്മളുടെ സമയം മുഴുവൻ അതിനായി മാറ്റിവെച്ചിട്ട് നരകത്തിൽ നിന്ന് നാം മോചിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ, നരകത്തെ തൊട്ട് നാം കാക്കപ്പെട്ടില്ല എങ്കിൽ, ഐഡിയക്കാരുടെ ടോക്ക് ടൈം അത് വിളിച്ച് തീർത്തില്ല എങ്കിൽ അവരൊന്നും ചെയ്യുകയില്ല. ഓഫർ തന്നിട്ട് ആ ഓഫർ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അവരൊന്നും ചെയ്യൂല, അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ പടച്ചവന്റെ ഓഫറിന്റെ പ്രത്യേകത അങ്ങനെയല്ല. പടച്ചവൻ ഓഫർ തന്നു, ഈ ഓഫർ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എന്താ വരുന്ന ഭവിഷ്യത്ത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന പള്ളിയുടെ മിമ്പറിലേക്ക്, മിഹ്റാബിലേക്ക് കയറുകയാ. ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ദുആ ചെയ്യുകയാണ്. ബഅദമൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. നബിയേ ഒരാൾക്ക് പടച്ചവൻ റമളാൻ തന്നിട്ട്, ഒരാൾക്ക് പടച്ചവൻ അവന്റെ രാപ്പകലുകൾ തന്നിട്ട് പടച്ചവന്റെ ഓഫർ കിട്ടിയിട്ട് ആ ഓഫർ അവൻ ഉപയോഗിച്ചില്ല എങ്കിൽ, ആ ഓഫർ ഉപയോഗപ്പെടുത്തി നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ, അവന്റെ ജീവിതം ശരിയായ രീതിയിൽ ക്രമീകരിച്ചില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ, അവൻ തൊലഞ്ഞു പോകട്ടെ എന്ന് ലോകത്ത് അള്ളാഹുവിന്റെ ഏറ്റവും മുഖറബായ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോൾ, ലോകത്ത് ദുആയിക്ക് ഇജാബത്തുള്ള, മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ഖാതിമുൽ അംബിയാ വൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുടെ